പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീസസ് ഓഫ് നാസറത്ത്, നസ്രായന യേശു, അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്. ഇതൊക്കെ കുറച്ച് പേർക്ക് അറിയാം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആദ്യം 77 ഇറങ്ങിയ സിനിമയാണത്. ഞാനൊരു 6 പ്രാവശ്യമെങ്കിലും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ 6 മണിക്കൂറുണ്ട് ആ സിനിമ. പലപ്പോഴായിട്ട് കണ്ടതാ. ബാക്കി എല്ലാ സിനിമയും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളേ. പക്ഷെ ഈ സിനിമ 6 മണിക്കൂറുണ്ട്. നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷനില്ലേ, ബൈബിളിൻ്റെ സഭ ഉപയോഗിക്കുന്ന ഭദ്രമായ ഒരു തർജ്ജിമയാണത്. ഇതിനകത്തുള്ള എല്ലാ ഡയലോഗും ആ ബൈബിളിലുള്ളതാണ്. അപ്പോൾ ബൈബിൾ പഠിക്കുന്നവർക്കും സത്യസന്ധമായിട്ട് പഠിക്കുന്നവർക്കും ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് പോലെയാണല്ലോ പലപ്പോഴും പല തർജ്ജമകളും വ്യൂസാണ്. ഇത് വളരെ സ്റ്റാൻഡേർഡ് വെർഷനാണ്. അപ്പം അത് കാരണം ഞാൻ ഇതെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കാണുകയും ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് യൂദാസ് വരുന്നൊരു ഭാഗമുണ്ട്. യൂദാസ് വരുന്ന ഭാഗം ഈ അപ്പോസ്തലന്മാരൊക്കെ ഈശോ സന്ധ്യ നമസ്കാരത്തിലാണ്. അത് രസമാണ് ഫാങ്കസ് സെഫ്രേലി ഇത് അവതരിപ്പിക്കുന്നത്. അത് ഈശോ എന്തോ ഒരു ചെറിയ ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ചാരിയിരിക്കുക, കാലം നീട്ടിക്കൊണ്ട് ഒരു പ്രത്യേക ലൂസ്ഡ് സ്റ്റൈലിലിരിക്കുക. പക്ഷേ ഈശോയുടെ 2 കൈകൾ കൊണ്ട് ഈശോ മുഖം ഇങ്ങനെ പൊത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ അടുത്ത് കാണുന്ന അവർ അപ്പോസ്തലന്മാരൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കണല്ല, അവിടുത്തെ തീ കൊണ്ട് അല്ലാതെ തന്നെ തണുപ്പിന് തീ ഇട്ടിട്ടുണ്ട്. ഈ തീ ഇങ്ങനെ ഇളകി കത്തണുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാര വിജൃംഭിതമായ ആന്തോളനങ്ങളൊക്കെ ഈ തീ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ അടിക്കുന്നതനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫീലാണത്. ശരിക്കും ഒരു സ്ഥിര വെളിച്ചമല്ല, കുറച്ച് തീയുടെ ഇളകുന്ന ഒരു പ്രകാശം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ചൂടും പൊള്ളലും ഒക്കെ ഈശോ അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ. തീ വളരെ അടുത്ത. അപ്പോഴാണ് ഇരുട്ടത്ത് കൂടി ഒരാൾ വരണം. അയാളങ്ങനെ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ കണ്ണ് തുറക്കുമ്പോൾ ഇയാളെ കാണും. അപ്പം അയാൾ ഈശോയോട് പറയും, ഐ വാണ്ട് ടു ഫോളോ യു, ഐ വാണ്ട് യു ഡിസൈപ്പിൾ, എനിക്ക് നിൻ്റെ ശിഷ്യനാകണം. അപ്പം അതിൻ്റെ പ്രത്യേകത, മറ്റെല്ലാ അപ്പോസ്തലന്മാർ ഈശോ വിളിച്ചതാണ്, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മാത്രമാണ് വന്നിച്ചും ഐ വാണ്ട് ഫോളോ യു എന്ന് പറയണത്, എനിക്ക് നിന്നെ. ഫാങ്കർ സെഫ്രേരിയുടെ ഒരു ബാലൻസ് ഓഫ് പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാകും. അപ്പോൾ ഈശോ ആണെങ്കിൽ ഇതിന് യേസും പറയത്തില്ല, നോയും പറയത്തില്ല. ഈ കൈ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പുറത്ത് നിൽക്കുന്ന ആളാരാണെന്ന്? അതാണ് യൂദാസ്. അപ്പോൾ യൂദാസ് വരുന്നുണ്ടെന്ന് ഈ കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഹീസ് കമ്മിങ് എന്ന്. അപ്പോൾ ഈശോ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഈ വരുന്ന തിന്മയെ കാണുന്നുണ്ട് ശരിക്കും. എന്നിട്ട് അപ്പോൾ ഞാൻ ഇത് കാണുമ്പോഴേക്കും ഈശോ എന്ത് പറയുമായിരിക്കും ഇയാളോട് എന്ന് പറയുമ്പോൾ ഈശോ ഒന്നും പറയത്തില്ല ഇയാളോട്. ഇയാൾ പോകാതെ അങ്ങനെ നിൽക്കും അവിടെ ആ ഇരുട്ടത്ത്. അപ്പോൾ ഈശോ അയാൾ പറയും, യു ക്യാൻ സ്റ്റേ വിത്ത് മീ. വളരെ ഇങ്ങനെ അളന്ന് തൂക്കി ഇങ്ങനെ പറയും. നമ്മുടെ ചങ്ക് പതറിപ്പോകും നമുക്ക്. കാര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പറയണത്. അതാണ് നമുക്ക് വിഷമം ഉണ്ടാകണത്. ഇത് ഈശോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിനക്ക്
എൻ്റെ കൂടെ താമസിക്കാം. അപ്പോഴേ ചില സമയത്ത് അന്ത്യത്താഴ സമയത്ത് യോഹന്നാൻ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ആരെന്നും അവന് നേരത്തെ അറിയാമായിരുന്നു ഒരു വാക്കുണ്ട്. യോഹന്നാൻ 13:11 തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പൊ അവൻ ഈശോയ്ക്ക് ആളെ അറിയാമായിരുന്നു. അതാണ് വിഷയം. അതാ ഇപ്പോഴല്ല, ആദ്യമായി വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്നാണ് ഫ്രാങ്കോസ് സെഫ്രേലി പറഞ്ഞു വെക്കണത്. ഇത് ഈശോയുടെ ഒരു പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ പൊതുപ്രശ്നമാണ്. നമ്മൾ ദൈവമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടിയുള്ള അറിവുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായ ഡീലുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഒക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് യോഹന്നാൻ 6:6 അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. 5 അപ്പം വർദ്ധിപ്പിക്കണ അപ്പമേ ഇവർക്ക് എവിടെ നിന്ന് അപ്പം കിട്ടുമെന്നൊക്കെ ചോദിക്കണില്ലേ? അപ്പം ഇവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിന് സൊല്യൂഷൻ എന്താണെന്നതിനെ കുറിച്ച് കർത്താവിന് അറിയാം. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഈ നേരത്തെ എന്നുള്ള വാക്ക് ഒരു അപകടം പിടിച്ച വാക്കാണ്. നമ്മൾ പലപ്പോഴും ചെന്ന് പണി മേടിക്കണ ഈ ഒരു വാക്കിലാണ്. യോഹന്നാൻ 3:18 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ നേരത്തെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കായിക മൂലം. നമ്മളിപ്പോൾ ഉടമ്പടി എടുക്കണം തന്നെ വിചാരിക്കുക. നിങ്ങൾ ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അത്രയും നേരം കെട്ടിക്കിടന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ചുമ്മാ വല്ല കാശ്മീരിലാ വല്ല ഗോകർണത്തെ ഇരുന്നുകൊണ്ട് ഞാൻ നാളെ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം തന്നെ ഓഫർ ലെറ്ററും പണവും കാശും എല്ലാം ഇവിടെ എല്ലാം തെറ്റിപ്പോയി കെട്ടിക്കിടന്ന് തടസ്സമായി കിടന്ന് അതെല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ചീപ്പൂരി വിടണ പോലെ തന്നെ കാണാം. എന്താ കാര്യം? കാരണം അയാൾ ഉടമ്പടി എടുത്താൽ ശരിയാവുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതാണ് വിഷയം. അതാണ് ഇന്ന് വിഷയം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഉടമ്പടി കുറേ ആൾക്കാർ ലാഗ് ചെയ്യണില്ലേ, തടസ്സം. അതിൻ്റെ കാര്യം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ദിവസം അറിയാം. ഇത് പോയാൽ പോന്തോടിയ വെയിൽ വരെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് സത്യസന്ധമായിട്ട് വിശ്വസ്തത കാണിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ അങ്ങനെ ഒരു പണി മേടിക്കുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ അറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്ത് ഉടായ്പ കാണിച്ചാലും കർത്താവിൻ്റെ വിഷയത്തിൽ നമ്മളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വെടിപ്പും മെനയുമായിട്ട് വൃത്തിയും വിശുദ്ധിയുമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന് പണി എളുപ്പമാവും. നമ്മളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടണത്, നമ്മുടെ ഉടായ്പ കാരണം. അതുകൊണ്ട് വളരെ എന്തെങ്കിലും തരത്തിൽ ഒരു അലംഭാവം ഉടമ്പടിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ സെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ആ പഴയ പവറിലേക്ക് വരാൻ നോക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. തിരുകുമാരനും കോടാനുകോടി അനുഗ്രഹം നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. 10/2007 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്കൊരു ഭവനമുണ്ടായിരുന്നു, 40 വർഷം പഴക്കമുള്ളതായിരുന്നു. അത് ചോർന്നൊലിച്ചു ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അത് നേരെയാക്കുന്നതിന് വേണ്ടി ഞാൻ അമ്മയുടെ ജപമാല റാലി പങ്കെടുക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ നേർച്ച വസ്തുക്കൾ കൊണ്ട് ഉപ്പും എല്ലാം ആ മണ്ണിലിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഇതായി എനിക്ക്
ലോൺ കിട്ടുകയും എനിക്ക് ആ ഭവനം 1 മാസം കൊണ്ട് വൃത്തിയാക്കാൻ പറ്റുകയും ചെയ്തു. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ നെറ്റിയിൽ നല്ല വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അതൊരു 5 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. എനിക്കത് കൊണ്ടുപോകാനോ എടുക്കാനോ ആരും അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ അമ്മയുടെ അടുക്ക വന്ന് പ്രാർത്ഥിക്കുകയും ആ ഉടമ്പടി വസ്തു എൻ്റെ നെറ്റിയിൽ പുരട്ടി ഞാൻ ദിവസവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് ആ മുഴ മാറുകയും എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റി തരികയും ചെയ്ത് എന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നത്. പാചകം, കാറ്ററിങ്ങാണ് ഞങ്ങളെ ജോലി. അവളുടെ വയറ്റിൽ എപ്പോഴും വേദന വരുമായിരുന്നു. അപ്പോൾ അവൾക്ക് പിത്താശയത്തിൽ കല്ലുണ്ടെന്നും ഓപ്പറേഷൻ ചെയ്യണമെന്നും മരുന്ന് കഴിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ പറയും, ചേച്ചി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ കൂടെ എൻ്റെ വയറ്റിലെ പിത്താശയത്തിലെ കല്ല് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കണേ. അതിൻ്റെ പേരിൽ ഞാൻ ഉടമ്പടി വസ്തുവായ ഉപ്പും എണ്ണയും അവൾക്ക് പുരട്ടുകയും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ പാചകം ചെയ്യുന്ന സ്ഥലത്തിരുന്ന് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി അത് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ കുട്ടിയുടെ പിത്താശയത്തിലെ കല്ല് മാറുകയും അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവൾക്കൊരു ഭവനവും വൃത്തിയായി കിട്ടി. അവൾ അസുഖവും മാറിക്കിട്ടി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ വയസ്സായവർക്കെല്ലാം ഞാൻ പോയി കുളിപ്പിച്ചും നഖം വെട്ടിക്കൊടുത്തും അനാഥാലയത്തിൽ തുണികൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തും അവരെ ആഹാരം കൊടുത്തും ഞാൻ ചെയ്യാറുണ്ട്. പത്രം ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടുപോയി 1 മണിക്കൂറെങ്കിലും ഞാൻ അവരെടുക്ക ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയുന്ന ജോലികളും ഞാൻ ചെയ്തു കൊടുത്താണ് ഞാൻ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ പത്രം ബാക്കിയിരിക്കുന്നവർ മടിയുള്ളവരെ വീട്ടുകളിൽ പോയി ആ പത്രങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് എല്ലാവരുടെ വീടുകളിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കും. കൂടുതൽ പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചും കൊണ്ട് ഞാൻ പോവുകയും അവരൊക്കെല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്യും. എൻ്റെ കൂടെ ഇത് ഒരുപാട് സ്വപ്നത്തിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരികയും എൻ്റെ കൂടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് ചോറ് ചോദിച്ച് വാങ്ങിച്ച് തിരിച്ചു നോക്കുമ്പോൾ ഞാൻ കാണുകയില്ല. ഞാൻ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ മോനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് സമാധാനം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞും കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പാചകത്തിന് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഈ 3 ദിവസത്തിനകം എനിക്കൊരു അടയാളം നീ തരണമേ. എല്ലാവരുടെ കൂടെ മാതാവ് പ്രത്യക്ഷപ്പെടണമല്ലോ, ജീവനോടെ വരുന്നെന്ന് പറയുന്നല്ലോ. എൻ്റെ കൂടെ മാത്രം എന്ത് മാതാവേ നീ വരാത്തത്? എൻ്റെ കഷ്ടപ്പാട് എന്ത് മാതാവേ നീ കാണാത്തത്? എനിക്ക് സമാധാനം നീ തരുമെന്നുണ്ടെങ്കിൽ 3 ദിവസത്തിനകം എൻ്റെ അമ്മ മാതാവ് എനിക്ക് അമ്മ എൻ്റെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു തരണേ. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞും കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് രാപകൽ കഷ്ടപ്പെടുന്ന ജോലിക്കാണ് ഞാൻ പോകുന്നത്. തീയായാലും വെയിലായാലും ഞാൻ പാചക സ്ഥലത്തിരുന്ന് കരഞ്ഞും കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ വീട്ടിനകത്ത് എനിക്ക് സമാധാനം തരണേ മാതാവേ. എനിക്ക് അത് മാത്രം മതി. ജോലി ചെയ്യാനുള്ള ആരോഗ്യം മാത്രം എനിക്ക് മാതാവ് തന്ന് സമാധാനവും തന്നാൽ മതി. സമ്പത്ത് ഞങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ഞാൻ പോകുമ്പോഴും എൻ്റെ അടുക്ക വയസ്സായ ഒരു അമ്മ വരികയും അവരെ കൈക്ക് സുഖമില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറ്റിയ അമ്മ എന്നും പറഞ്ഞ് പിടിച്ചപ്പോൾ എൻ്റെ കൈ വീണൊടിഞ്ഞതാണ് മോളെ. എങ്ങനെ വീണെന്ന് ചോദിച്ചപ്പോൾ കുളിക്കാൻ കയറിയപ്പോഴും വീണതാണ് എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഈശ്വരന് വിശ്വാസമുണ്ടോ? എനിക്കുണ്ട് മോളെ. എങ്കിൽ ഞാൻ ഉടമ്പടി ഉപ്പുണ്ട്, ഞാൻ മാതാവിൽ വിശ്വസിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഞാൻ പുരട്ടിത്തരട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഓ മോളെ, എനിക്കിത് പുരട്ടി തന്നാൽ നിനക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ കൈ വിശ്വാസപ്രമാണം ചൊല്ലി 10 മിനിറ്റിനകം അമ്മയുടെ വേദന ഇത് മാറ്റി മാതാവ് തരും എന്ന് പറഞ്ഞ് പുരട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ആഹാരം കഴിച്ചിട്ട് പോകണം, ഇവിടെ ഇന്ന് അന്നദാനമുണ്ട്, വൈകുന്നേരം കാപ്പിയും ഉണ്ട്, നാളെ ഞങ്ങൾക്കുള്ള സമൂഹ സദ്യയാണ്, അതിലും അമ്മ കഴിക്കണം. ഓ മോളെ, ഞാൻ കഴിക്കാം. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആ അമ്മ ചോറ് പാത്രം മേടിച്ച് വയ്ക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ തിരിഞ്ഞു നോക്കണം, ആ അമ്മയെ കാണാനില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ കരഞ്ഞും കൊണ്ടിറങ്ങി വന്നത് എൻ്റെ മാതാവ് എൻ്റെ മുമ്പ് ഉണ്ടെന്നും ജീവനോടെ വന്നെന്നും എനിക്ക്
കാണാൻ പറ്റി. അപ്പോഴേ കൂടെ ഇരുന്നവരെല്ലാം പറഞ്ഞു, ആ അമ്മയെ കണ്ടില്ല, നീ വിളിച്ച നിൻ്റെ മാതാവ് നിൻ്റെ ഒപ്പം വന്നതാണ്, ജീവനോടെ നിനക്ക് വന്ന് കാണിച്ചു തന്നതാണ്. അതിലെനിക്ക് സത്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ ഷെഡുകളിലെ മരത്തിൻ്റെ ഇടയിലൊക്കെയാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. അവിടെ പോകുമ്പോഴെല്ലാം ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഉപ്പ് ഇട്ടാണ് ഞങ്ങൾ പാചകം തുടങ്ങുന്നത്. ഞങ്ങൾക്ക് ജോലി തരണേ മാതാവേ, ഞങ്ങൾക്കാർക്കും ഒരാപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഉപ്പ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. ഞങ്ങൾക്ക് പണി തീരുന്നത് വരെ ഞങ്ങൾ അമ്മ കൂടെ നിന്ന് സഹായിച്ച് ഞങ്ങൾക്ക് ജോലി തരികയും ചെയ്യും. ഈ ലോൺ എടുത്ത പൈസ എനിക്ക് മാസം തോറും അടയ്ക്കാൻ എൻ്റെ മോനും എന്നെ സഹായിക്കുന്നുണ്ട്. ഇപ്പം സമാധാനം ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് കുറച്ചുകൂടി ഞങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും ഇനിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് സഹായിക്കണേ എന്ന് ഞാൻ 1000 പ്രാവശ്യം അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തു തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ പത്രങ്ങളും എല്ലാം എത്ര കിട്ടിയാലും ഞാൻ കൊണ്ട് കൊടുക്കും. ആര് പാവപ്പെട്ടവരെൻ്റെ മുമ്പ് കൈ നീട്ടിയാലും ഏത് വയസ്സായവരെ ഞാൻ കണ്ടാലും അവരെ എല്ലാം ഞാൻ സഹായിക്കുകയും എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ആഹാരം വെച്ച് എല്ലാ സ്ഥലത്തും കൊണ്ടു കൊടുക്കുന്നതും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും വൃദ്ധസദനത്തിലുള്ള ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരൊക്കെ ഞങ്ങൾ കൊണ്ടുകൊടുത്ത് സഹായിക്കാറുണ്ട്. ഇത്രയും സഹായം ചെയ്തു തന്ന അമ്മ മാതാവിന് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 8-ാം തിരുവചനം. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. തങ്കമണി എന്ന് പറഞ്ഞ ഈ സഹോദരി തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറഞ്ഞത് തൻ്റെ കുടുംബത്തിലുണ്ടായ സങ്കടങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിതം മെച്ചപ്പെട്ടതും പരിശുദ്ധ അമ്മയെ കാണാനുള്ള വലിയ സൗഭാഗ്യത്തെക്കുറിച്ചുമാണ് ഏറ്റുപറഞ്ഞത്. സാക്ഷ്യ കൗണ്ടറിൽ തങ്കമണി പറഞ്ഞതിൻ്റെ പകുതി ഭാഗം പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. വലിയ ഇടിവെട്ട് സാക്ഷ്യമാണ് തങ്കമണിയുടേത്. 40 വർഷമായിട്ട് വീടൊന്ന് പൊളിച്ചു പണിയാൻ വേണ്ടി തങ്കമണി വളരെയധികം സങ്കടപ്പെട്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞൊടിയിടയിലാണ്, വളരെ പെട്ടെന്നാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വളരെ പെട്ടെന്ന് ആ വീട് പൊളിച്ച് പണിയാനുള്ള ഒരു സാധ്യത ഉണ്ടായി. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എവിടെയെല്ലാം പരിശ്രമിച്ചിട്ടും ഒരുപാട് സങ്കടപ്പെട്ടിട്ടും അന്വേഷിച്ചിട്ടും ഒന്നും നടക്കാത്തത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അതിന് പെട്ടെന്ന് സാധ്യതയുണ്ടായതെന്ന് തങ്കമണി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 5 വർഷമായിട്ട് ഒരു നെറ്റിയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടാണ് ഇവിടെ വളരെ പെട്ടെന്ന് ആ മുഴ അവിടെ നിന്ന് മാഞ്ഞു പോയതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. തനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. നെറ്റിയിൽ ഒരു വലിയ മുഴ ഉണ്ടായിരുന്നു, കാണാനില്ല. നമുക്ക് അമ്മയുടെ മുഖം വളരെ കൃത്യമായിട്ട് കാണാം. നെറ്റിയിൽ ഒരു മുഴയോ പാടോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും കൂടിയാണ് തങ്കമണി ഏറ്റെടുത്ത് ചെയ്യുന്നത്. തങ്കമണി അന്നദാന ശുശ്രൂഷ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അമ്പലങ്ങളിലെല്ലാം പോയി അന്നദാനം നടത്തുന്ന ഒരു വലിയ പ്രയത്നത്തിലാണ് തങ്കമണി. അവിടെ ചെല്ലുമ്പോഴെല്ലാം എനിക്ക് പരിശുദ്ധ അമ്മയെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം എപ്പോഴും പരിശുദ്ധ അമ്മയോട് പറയുമായിരുന്നു. ഉടമ്പടി എടുത്തവർക്കെല്ലാം അമ്മ ദർശനം നൽകുന്നു, അമ്മ പ്രത്യക്ഷപ്പെടുന്നു, അമ്മയുടെ സുഗന്ധാഭിഷേകം നൽകുന്നു. എനിക്ക് മാത്രം എന്തേ ഒന്നും തരാത്തതെന്നൊരു വലിയ സങ്കടം തങ്കമണിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരമ്മ വന്ന് എൻ്റെ കൈ സുഖമില്ലാതിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ തങ്കമണി തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എപ്പോഴും നേർച്ച വസ്തുക്കൾ കൊണ്ടു നടക്കുന്നത് ആരെങ്കിലുമൊക്കെ സഹായിക്കാനും ആർക്കെങ്കിലുമൊക്കെ സൗഖ്യം നൽകി ഈശോ ക്രിസ്തു കൈമാറ്റം നടത്തുന്നതിന് വേണ്ടിയാണ് തങ്കമണിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ജീവിതത്തിൻ്റെ ഈശോയെ കൈമാറണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ അന്നദാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് തങ്കമണി പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കൈ സൗഖ്യപ്പെടും. അതുപോലെ തന്നെ ആ അമ്മയുടെ കൈ സൗഖ്യപ്പെട്ടതായും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം അവരെ എല്ലാ ശുശ്രൂഷയും ചെയ്ത് രാവിലെയും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും ആ അമ്മയെ എവിടെ തന്നെ നോക്കിയിട്ടും കാണുന്നില്ല എന്ന് തങ്കമണി സാക്ഷ്യപ്പെടുത്തുന്നു. അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ആ അമ്മ അത്ര ഒരു ഞൊടിയിടയിൽ എവിടേക്ക് പോയി എന്ന് ആർക്കും കാണാൻ സാധിക്കുന്നില്ല.
അതോടുകൂടി തങ്കമണിക്ക് വളരെ ഒരു ഹൃദയത്തിൻ്റെ മിടിപ്പ് വർദ്ധിച്ചതായിട്ടാണ് തങ്കമണി രേഖപ്പെടുത്തുന്നത്. കാരണം പരിശുദ്ധ അമ്മയെ ഞാൻ സ്പർശിച്ചു, പരിശുദ്ധ അമ്മയ്ക്ക് ഭക്ഷണം നൽകാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഈശോ വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം ഇന്ന് ബാക്കിയുണ്ടെങ്കിലും അതെനിക്ക് സമാധാനമാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നുവെന്ന് ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം നമുക്ക് നൽകിയിരിക്കുന്നത് സമാധാനമാണ്. ഈശോ നമുക്ക് ഉയർപ്പ് തിരുനാൾ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈശോയോട് നന്ദി പറയാം. അതുപോലെ തന്നെ ഏതൊരവസ്ഥയിലും ഇന്ന് ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്ന വലിയ ബോധ്യത്തോടു കൂടിയാണ് തങ്കമണി ഇപ്പോഴും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായതായി തങ്കമണി രേഖപ്പെടുത്തിയിരുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഉടമ്പടി കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുണ്ടോ? ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നിൻ്റെ ഈ ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവത്തിന് എന്ത് ഉപകാരം എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് സ്വന്തമാണ്, ദൈവം എൻ്റെ സ്വന്തമാണ്, ഞാൻ നൽകുന്നത് ദൈവസ്നേഹമാണ് എന്ന് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ കാരുണ്യ പ്രവൃത്തിയിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. തങ്കമണിക്കും കുടുംബത്തിനും ഫ്രണ്ടിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷയുടെ സാക്ഷികളാക്കി മാറ്റിയതിന് 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് സുനിൽ ജോസഫ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വെള്ളാങ്കുടി ചെഞ്ചറോ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കുന്നത് ഞാനൊരു സാധനം വാങ്ങിക്കൊണ്ടുവന്ന കൂടിൽ നിന്നും മുഴുവനാകാത്ത കുറേ വചനങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി എനിക്ക് കൃപാസനം പത്രം തരികയും ഞാനത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ഞാനിവിടെ വന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ വന്ന് എല്ലാം കണ്ട് മാതാവിൻ്റെ അടുത്ത് ഈ അൾത്താരെ കയറി നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചുപോയി. അതിനുശേഷം 13/3/2019 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൊറോണ ആയതിൻ്റെ പേരിൽ ഉടമ്പടി മുടങ്ങിപ്പോവുകയും പിന്നെ ഞാൻ വന്ന മാതാവിനോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും ഉടമ്പടിയിലാകുകയും ചെയ്തു. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഏറ്റവും അത്ഭുതകരമായി എനിക്ക് ചെയ്യുന്ന വലിയൊരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നു, അതെൻ്റെ ഒരു ജീവിതമാർഗ്ഗമായിരുന്നു. ആ വാഹനം കുറേ നാളുകളായി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ ആയി. പണിയായി ആ വാഹനത്തിന്. അതൊന്ന് മാറ്റി വാങ്ങാനായിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് ഞാൻ വന്ന് ജോസഫച്ചൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി ഞാൻ പ്രാർത്ഥന സ്വീകരിക്കുകയും അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ വാഹനം വിൽക്കുവാൻ സാധിക്കുകയും ചെയ്തു. വലിയ ക്യാഷൊന്നും കിട്ടിയില്ല, എങ്കിലും ഒരു 4 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അതിൽ 2 ലക്ഷം രൂപയോളം ഞാൻ കടം വീട്ടി പോയിട്ട് 2 ലക്ഷം രൂപ എൻ്റെ കയ്യിലുള്ളൂ. എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ഞാനൊരു വാഹനം മേടിക്കാൻ വളരെ ആഗ്രഹിച്ചു. പക്ഷേ ഒരു വാഹനവും എനിക്ക് ഒത്തു വന്നില്ല. ലാസ്റ്റ് ഞാനിവിടെ ആലപ്പുഴ അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്ന ഒരു വാഹനം കാണുകയും അതിന് വില അവരെ 10 ലക്ഷം രൂപ ഒരു വില പറയുകയും ചെയ്തു. 10 ലക്ഷം രൂപ എനിക്ക് ഒരിക്കലും ഓർക്കാൻ മേലാത്തൊരു സംഖ്യയായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം മൂലം ഞാൻ വീട്ടിൽ നിന്നും പോരുമ്പോൾ എൻ്റെ അമ്മയുടെ ഉടമ്പടി ഉപ്പെടുത്തുകൊണ്ട് ഞാൻ പോന്നു. ഞാൻ വണ്ടിയിലിട്ട് ഞാൻ കാണുന്ന വാഹനത്തിലിട്ട് അത് പ്രാർത്ഥിച്ചു. ആ വാഹനം എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു, നല്ലൊരു വാഹനവുമായിരുന്നു. പലരും വന്നതിന് മുമ്പ് ആ വാഹനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഞാൻ ബ്രോക്കറോട് പറഞ്ഞു, അവർ 10 ലക്ഷം രൂപ വില പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ ഈ പൈസ ഇല്ലാത്തതിൻ്റെ കാരണം ഈ ഒരു കച്ചവടം ഒന്ന് ഉഴപ്പിപ്പൊക്കോട്ടെ എന്ന് കരുതി ഞാൻ 7 ലക്ഷം രൂപ പറഞ്ഞു. അവരെന്നെ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ഈ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ നിരന്തരം വിളിച്ചു ചോദിക്കുമായിരുന്നു, വാഹനം കച്ചവടമായോ എന്ന്. അപ്പോൾ ആയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ വാഹനം കണ്ടിട്ട് പോയിട്ട് ഏകദേശം 2-3 ദിവസമായി. എൻ്റെ ചേട്ടൻ്റെ ചേച്ചി മുഖാന്തരം എനിക്കൊരു 5 ലക്ഷം രൂപ എനിക്ക് ചേച്ചി റെഡിയാക്കി തന്നു. വേറൊരു ആൾ ഒരു 2 ലക്ഷം രൂപയും കൂടി തന്നു. അപ്പോൾ 9 ലക്ഷം രൂപ എൻ്റെ കയ്യിലായി. പരിശുദ്ധ അത്ഭുതമായിട്ടാണ് ഈ പൈസ എനിക്ക് തന്നത്. അതിൻ്റെ പേരിൽ ഞാൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, 9 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് വാഹനം വാങ്ങുകയും അതെനിക്ക് പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ട് ആ ഒരു വാഹനം എനിക്ക് തന്ന എൻ്റെ ജീവിതമാർഗ്ഗമായിട്ട് അമ്മ തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു.
അതിന് ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം. ഈ സാക്ഷ്യം പറയാൻ ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ വന്നു. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ എഴുത്തിൻ്റെ കുഴപ്പമാണോ എന്നാണെന്ന് അറിയത്തില്ല. സിസ്റ്റർമാർ ഇത് കണ്ടിട്ട് പറഞ്ഞു പിന്നെ പറയാം ഇതിലും വലിയൊരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിതൊരു വലിയ സാക്ഷ്യമായിട്ടാണ്, അമ്മേനെ വലിയൊരു മിറക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് നേരത്തെ 2 മാസം 1 മാസം കൂടുമ്പോൾ വല്ലപ്പോഴും അല്പം മദ്യപിക്കുമായിരുന്നു. അതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. അതെല്ലാം എൻ്റെ പരിസ്ഥിതി അമ്മ എനിക്ക് മാറ്റിത്തന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പത്രം വാങ്ങി ഞാൻ എല്ലാ ആൾക്കാർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കും. എല്ലാ മനുഷ്യർക്കും ഓരോരുത്തർക്കും വീടുകളിൽ കൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും പത്രം കൊടുക്കുകയാണ് എൻ്റെ മെയിനായിട്ടുള്ള പരീക്ഷപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഇടവകയുടെ അടുത്തായിട്ട് വൃദ്ധസദനമുണ്ട്. അവിടെ മാതാപിതാക്കളാണ് അവിടെ ഉള്ളത്. പ്രായമായവരുടെ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള അലുവ, മിച്ചർ അങ്ങനെ ആരും കൊടുക്കുകയില്ലാത്ത സാധനങ്ങളാണ് ഞാൻ പലപ്പോഴും അവർക്ക് ഞാൻ മേടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറ്റുന്ന പോലെ. ഇതൊന്നും എപ്പോഴും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. വളരെ തുച്ഛമായ വരുമാനമുള്ള ആളാണ് ഞാൻ. ആ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പള്ളി ഞങ്ങളുടെ തൊട്ടടുത്താണ്. അത് കാരണം എന്നും ഞാൻ പള്ളിയിൽ പോകും. പിന്നെ വിശുദ്ധ ഖുർആനിൽ പങ്കുകൊള്ളുന്നുണ്ട്. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരമുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഏതെങ്കിലും വിധത്തിൽ കേൾക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് അത് കേൾക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ രാവിലെ തുടങ്ങുന്നതേ വലിയൊരു ശക്തി എന്ന് പറയുന്നത്. പിന്നെ കുടുംബ പ്രാർത്ഥന, ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുടുംബം എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഞങ്ങൾ കൊന്തയിൽ പ്രാർത്ഥന. ഇത്രയും അനുഗ്രഹം പരിസ്ഥിതി അമ്മ. പത്രം എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഞാൻ ഇവിടെ ഇടയ്ക്ക് വരുമ്പോഴും ഞാൻ പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അല്ലാതെ വരുമ്പോഴും പത്രം വാങ്ങി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ഓട്ടോറിക്ഷക്കാർക്കും ടൗണുകളിലും ഒക്കെ ഞാൻ ബൈക്കിൽ കൊണ്ടു കൊടുക്കും. ബൈബിൾ വായന മസ്റ്റ്. അത് വൈകുന്നേരം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് മസ്റ്റായിട്ടും ബൈബിൾ വായിക്കാതെ കിടക്കുകയില്ല. വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളും. അത് എന്നു പറയാൻ എന്നും വേണ്ട, വീടിൻ്റെ അടുത്താണ് പള്ളി. അത് കാരണം വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളും. അത് അങ്ങനെ ഒരു ആത്മീയമായ മാറ്റം വന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം. ഇന്ന് പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനുള്ള കൃപ പരിസ്ഥിതി അമ്മ എനിക്ക് തന്നു. അപ്പോൾ മദ്യപാനം എന്ന് പറയുന്നത് 10-18 വർഷമായിട്ട് വല്ല കാലത്തേ മദ്യപിക്കുള്ളൂ. എങ്കിലും ആ ഒരു ശീലം പരിസ്ഥിതി അമ്മ എനിക്ക് മാറ്റിത്തന്നു. അത് പരിസ്ഥിതി അമ്മയുടെ വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അത് ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ എൻ്റെ പരിസ്ഥിതി അമ്മ എനിക്ക് ചെയ്തു തന്നതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി പറയുന്നു. താമസിച്ചു പോയതിന് ഞാൻ എൻ്റെ പരിസ്ഥിതി അമ്മയോട് ഞാൻ വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പരിസ്ഥിതി അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇനിയുള്ള കാലം വരെ ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു. ജോസഫച്ചനും പരിസ്ഥിതി അമ്മയ്ക്കും ഈശോയ്ക്കും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശിതമാകും. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 22-ാം അധ്യായം 28-ാം വചനമാണ്. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാവാം സാധിച്ചു കിട്ടുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവം അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കൃപാസനം ഉടമ്പടി വിശ്വാസപരമായ ആത്മീയ ഒരു തീരുമാനമാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവവും ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവം, വെളിച്ചം നമ്മുടെ പാതയിലേക്ക് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സുനിൽ ജോസഫ് എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ജീവിതമാർഗമായിരുന്ന ഒരു വാഹനം. ഒത്തിരി ടെൻഷൻ, ഒത്തിരി ട്രബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി വിൽക്കാനായിട്ട് ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ പല പ്രാവശ്യവും പലരെയും വ്യക്തികളെയും കണ്ടെങ്കിലും അത് സാധിച്ചില്ല. പിന്നീട് ഉടമ്പടിയിലൊരു നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വേറെ 2 മാസത്തിനകം, അതായത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്, ആ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഈ സഹോദരൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ അത് വിൽക്കുവാൻ സാധിക്കുകയും വീണ്ടും വേറൊരു വാഹനം കുടുംബത്തിൻ്റെ വരുമാനമായിട്ട് തന്നെയാണ് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ മകന് പറയുന്നത്, എനിക്ക് അതിനുള്ള യോഗ്യതയില്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപ കാരണം മാത്രമാണ്. കയ്യിൽ കാശൊന്നുമില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമാണ്. പഴയ വെഹിക്കിൾ വിറ്റെങ്കിലും പക്ഷെങ്കിൽ ഇൻകം അധികം പ്രോഫിറ്റ് ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഈശോയും അമ്മയും ഇടപെട്ടതിൻ്റെ ഫലമായിട്ട്
പല വ്യക്തികളിൽ കൂടെ ആ സഹായം വരികയും പെട്ടെന്ന് തന്നെ ഒരു വാഹനം വാങ്ങിക്കുവാൻ സാധിച്ചു എന്നാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഈ മകൻ്റെ ജീവിതത്തിൽ ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സാധിക്കില്ല എന്ന് തോന്നിയ കാര്യമാണ്. മെറിറ്റില്ല, യോഗ്യതയില്ല, നോ മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് ഇത് സാധ്യമായെന്നാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. സമയചുരുക്കത്തിൻ്റെ അമ്മയോട് നാം എന്ത് കാര്യം പറഞ്ഞാലും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ആ ആഗ്രഹത്തോടെ, ആ തീരുമാനത്തോടു കൂടിയാണ് എന്ത് തീരുമാനമായാലും സാധിച്ചു കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് ഈ മകന് ഇന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നു നിൽക്കുന്നത്. തന്നെയുമല്ല, 18 വർഷത്തോളം മദ്യപാനത്തിൻ്റെ ഒരു ദുശീലമുണ്ടായിരുന്നു. അതിൽ നിന്നും ഈശോയും അമ്മയും നല്ല ഒരു വിടുതൽ നൽകി എന്നാണ് ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും ആസ്വദിക്കുവാനും ഈശോയുടെ അമ്മയുടെ കൃപ കൊണ്ടാണ് എല്ലാ കാര്യവും നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നുവെന്നാണ് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവാം. പരീക്ഷ, ജോലി, വിവാഹ കാര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ ഭയപ്പെടാതെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് ശ്രമിക്കാം. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജീവിത വഴികളിൽ വ്യക്തതയും പ്രത്യാശയും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിൻ്റെ പാതകൾ പ്രകാശിതമാകുമെന്ന് ഈശോയും അമ്മയുടെ ആ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സുനിൽ ജോസഫിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.